ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് തോട്ട്സ്. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് UK പുതിയ റൂൾസൊക്കെ നമ്മളെ ജൂലൈ 22 തൊട്ട് ബാധകമാവാൻ പോവുകയാണ്. അപ്പം എന്തൊക്കെയാണ് അതിനകത്ത് ചേഞ്ചസ്, അതായത് എന്തൊക്കെയാണ് ന്യൂ ഇമിഗ്രേഷൻ റൂൾസ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലായിട്ടും ബാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽഡ് വർക്കർ വിസയിലും കെയറർ വിസയിലും ഉള്ളവർക്കാണ് ഇത് ബാധകമാകുന്നത്. അപ്പം സ്കിൽഡ് വർക്കർ വിസയിലുള്ളവർക്ക് ഇനി എന്താ പറയുന്നത്, അവർ സാലറി ത്രഷോൾഡ് അനുസരിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞേക്കുന്ന അനുസരിച്ച് 38,700 നിന്ന് വീണ്ടും കൂട്ടി 41,700 ആക്കിയേക്കുന്നു. അപ്പം ആ ഒരു സാലറി ത്രഷോൾഡ് ഉള്ളവർക്ക് മാത്രമേ ഇനി എന്താ പറയുന്നത്, നമ്മളെ ഇവിടെ UK സ്പോൺസർഷിപ്പ് കിട്ടുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് പുതിയ നിയമം വന്നേക്കുന്നത്. പിന്നെ ഈ ഒരിടയ്ക്ക് കെയറേഴ്സിന്റെ ഭയങ്കര കുത്തൊഴുപ്പായിരുന്നു. അതായത് ഇപ്പം എല്ലാവരും പല രാജ്യത്തു നിന്നും കെയറായിട്ട് വന്നു കഴിഞ്ഞ് നഴ്സായിട്ട് കയറാം എന്നുള്ള ഉദ്ദേശത്തോടെ കൂടി വന്ന ഒത്തിരിയും പേരുണ്ട്. അപ്പം അങ്ങനെ വന്നതുകൊണ്ട് തന്നെയും അങ്ങനെ ആ കെയറിന്റെ മൊത്തത്തിൽ അവർ സ്റ്റോപ്പ് ചെയ്യാണ്. ഫോറിൻ കൺട്രീസിൽ നിന്ന് വരുന്ന കെയറേഴ്സിനെ അവർ മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യാണ് പുതിയതായിട്ട് വന്നേക്കുന്ന റൂള്. അപ്പം അതിനകത്ത് ഇനിയിപ്പം അതിനകത്ത് അതേപോലെ പറയുന്നുണ്ട്, ഈ പറയുന്ന ജൂലൈ 22 തൊട്ടാണ് ഇത് ബാധകമാകുന്നത്. അതേപോലെ തന്നെ പറയുന്നുമുണ്ട് റിന്യൂവലിന്റെ സമയത്ത് ഈ പറയുന്ന സാലറി ത്രഷോൾഡ് ഇല്ലാത്തവർക്കും അത് ബാധകമാകുന്നു. അപ്പം അറിയത്തില്ല എത്രത്തോളം ഉണ്ട്. ഇപ്പം നിലവിൽ ഇപ്പം റിന്യൂവലായിട്ട് നിൽക്കുന്ന ഈ 22 ജൂലൈന് ശേഷം റിന്യൂവൽ ആയിട്ടുള്ളവർക്ക് എന്താവും അവസ്ഥയെന്നൊന്നും അറിയത്തില്ല. അതൊക്കെ ഇനി ആരെങ്കിലുമൊക്കെ റിന്യൂ ചെയ്യുമ്പോഴത്തേക്കും പ്രശ്നമൊന്നും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം നിലവിലുള്ളവർക്കും ഇതെല്ലാം ബാധിക്കുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം അങ്ങനെയാണ് റൂള് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ പറയുന്നത് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് വിസ 18 മാസം ആക്കിയേക്കുന്നു എന്നും പറഞ്ഞു. അപ്പം ഇത്രയുള്ള കാര്യങ്ങളാണ് പുതിയ ന്യൂ ഇമിഗ്രേഷൻ റൂൾ എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. അപ്പം അതിനകത്ത് മെയിനായിട്ടും പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയറിനെയും സ്കിൽഡ് വർക്കർ വിസയിലുള്ളവർക്കുമാണ് കൂടുതലായിട്ടും ഇതിനെ ബാധിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ UK ഇമിഗ്രൻസ് എന്ന് പറയുന്നത് തന്നെയും ഈ സ്കിൽഡ് വർക്കർ വിസയിലും കെയറർ വിസയിലും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരെയാണ് ഇത് കൂടുതലും ബാധിച്ചേക്കുന്നത്. അപ്പം ഇനിയിപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇനി ഒരുപാട് പേര് ഇപ്പം ഈ സ്പോൺസർഷിപ്പ് കിട്ടിയിരിക്കുന്നവർ, അതായത് ജൂലൈ 22 മുന്നേ ആയിട്ട് കിട്ടിയവർക്ക് ഇതൊന്നും വലിയ പ്രശ്നമേ ഉണ്ടാവത്തില്ല എന്നും കൂടെ പറയുന്നുണ്ട്. ഇതെല്ലാം എഫക്റ്റ് ആവുന്നത് ജൂലൈ 22 ശേഷമാണ്. അപ്പോൾ അതിനുശേഷം ആർക്കും ഇനി COS ഒന്നും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ നിലവിൽ UK തന്നെ ഇഷ്ടം പോലെ നഴ്സസ്, ഈ കെയറായിട്ട് വന്നവരൊക്കെ ഒരുപാട് പേര് OET, CBT, OSCE ഒക്കെ എഴുതിയിട്ട് പിന്നെ കിട്ടിയിട്ട് ഇരിക്കുന്നവർക്ക് പോലും ഇപ്പൊ നഴ്സസിന്റെ റിക്രൂട്ട്മെന്റ് പോലും അധികം നടക്കുന്നില്ല. ഇപ്പൊ ഉള്ളെങ്കിൽ തന്നെയും മിക്കവർക്കും, അതായത് എന്താ പറയുന്നത്, പിന്നെ കിട്ടിയിട്ട് പോലും ജോലി കിട്ടാതെ ഇരിക്കുന്നവർ ഒരു ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പം ഇവിടെ UK തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പം പലരും ആരോടൊന്നും പറയാതെ ഇരിക്കുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം നിലവിൽ അപ്ഡേറ്റുകൾ വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് എൻ്റെ വീഡിയോ. ഇതുവരെയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.